18 പയറ്റിത്തെളിഞ്ഞ പടനായകരിലൂടെയും അവരുടെ വീരഗാഥകൾ പാടിയ വടക്കൻ പാട്ടുകളിലൂടെയും കേളിക്കേട്ട ഭൂതകാലമുള്ള ഒരു നാട്. വിദേശാധിപത്യത്തിൻ്റെ കാലത്ത് പ്രധാന വാണിജ്യ കേന്ദ്രമെന്ന നിലയിൽ കൂടിയുയർന്ന കടത്തനാടിൻ്റെ പ്രൗഢപാരമ്പര്യം തേടിയുള്ള ഒരു യാത്രയാണിത്. വടകര മേപ്പയിൽ SP സ്കൂളിലെ എൻ്റെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കൂട്ടുകാർ, അവർ യാത്ര കടത്തനാടിലൂടെ എന്ന പേരിൽ സഞ്ചരിച്ചുകൊണ്ട് അവരുടെ അനുഭവങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന അത്യന്തം അഭിനന്ദനീയമായ ഒരു പഠന പരിപാടിയിൽ ഏർപ്പെടുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ്. കേരളത്തിലെ മറ്റ് സ്കൂളുകളിലെ കുട്ടികളും അവർക്ക് നിങ്ങളുടെ അത്ര മിടുക്കില്ലെന്ന് തോന്നുന്നു, അല്ലേ? അവരും മിടുക്കൊക്കെ ഉള്ളവർ തന്നെയാണ്. എന്തായാലും ഈ ഒരു അവർക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്നുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന, നിങ്ങളുടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയൊക്കെ സഹായത്തോടു കൂടി ചെയ്യുന്ന വളരെ മാതൃകാപരമായ ഈ പ്രവർത്തനം നിങ്ങളുടെ അപ്പൂപ്പനായിട്ടുള്ള ഞാൻ മറ്റ് സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കും. യാത്ര കടത്തനാട്ടിലൂടെ എന്ന ഈ വിഷ്വൽ ട്രാവലോഗ്, അതിന് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. വടകരയിലെ മേപ്പയിൽ SB സ്കൂളിലെ കുട്ടികൾ നടത്തുന്ന ഒരു വിഷ്വൽ ട്രാവലോഗ് വടകരയിലെ ചരിത്ര സ്മാരകങ്ങളെ നമുക്കെല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി വിവരിച്ചു തരുന്നതിന്, ദൃശ്യങ്ങളിലൂടെ കാണിച്ചു തരുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഈ വിഷ്വൽ ട്രാവലോഗിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് സാഹിത്യ സമാജങ്ങളിലൂടെ, അതുപോലെ തന്നെ സയൻസ് വർക്ക്ഷോപ്പുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, നല്ല ലൈബ്രറികൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കഴിയട്ടെ മേപ്പയിൽ SB സ്കൂളിന് എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും. അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ വ്യക്തിത്വം എല്ലാം വളരുവാൻ വേണ്ടിയിട്ട് ഈ പരിപാടി വളരെയധികം സഹായിക്കും. ചരിത്രബോധം അതുണ്ടാക്കാൻ വേണ്ടി ചെറിയ കാലത്ത് തന്നെ ഈ വിദ്യാസ്ഥാപനം ശ്രമിക്കുന്നു എന്നത് വളരെ സന്തോഷാവഹമാണ്. പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സ്വന്തമായി ഒരു നാടിനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി, നാടിൻ്റെ നന്മയെക്കുറിച്ച്, നാടിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നു. ആ ഡോക്യുമെൻ്ററി യാത്രയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ ഒരു യാത്രയോടെ നിർത്തിക്കളയരുത്. യാത്ര ജീവിതയാത്രയായി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. കടത്തനാട് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നാടാണെന്ന് നമുക്കറിയാം. നാടിനെ അറിയാനുള്ള കുട്ടികളുടെ ഉദ്യമം അധ്യാപകരുടെ സഹായത്തോടെ ഏറ്റെടുക്കുകയാണ്. ഇതിൽ ഒട്ടനവധി അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകളുടെ സഹകരണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നാടിൻ്റെ ചരിത്രം
അന്വേഷിച്ചറിയാനുള്ള കുട്ടികളുടെ ഈ ഉദ്യമം ചരിത്ര പഠനത്തിന് അപ്പുറം വിശാലമായ ഒരു ചരിത്ര അന്വേഷണമായി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. യാത്ര കടത്തനാടിലൂടെ എന്നുള്ള ഈ വിഷ്വൽ ട്രാവലോഗ് വിവിധ ഘട്ടങ്ങളിലായി ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. കടത്തനാടിന്റെ ചരിത്രം അറിയാൻ അധ്യാപകരോടൊപ്പം ഞങ്ങൾ നടത്തുന്ന യാത്ര ആരംഭിക്കട്ടെ. ചരിത്രകാരനായ വില്യം ലോഗൻ നമ്മുടെ നാടിനെപ്പറ്റി മലബാർ മേനലിൽ കുറിച്ചിട്ടത് ഇങ്ങനെയാണ്. കടത്തനാട് ആദ്യകാലത്ത് കോലത്തുനാടിന്റെ ഭാഗമായിരുന്നു. തെക്കൻ കൂറിന്റെ അഥവാ കോലത്തിരിയുടെ രാജസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന നാടുകളുടെ മുഖ്യ ഭാഗമായിരുന്നു യഥാർത്ഥത്തിൽ കോലത്തുനാട്. ഇംഗ്ലീഷ് കമ്പനി തലശ്ശേരിയിൽ സ്ഥാനമുറപ്പിച്ച സമയത്ത് വടകരയായിരുന്നു കടത്തനാടിന്റെ മുഖ്യ തുറമുഖ കേന്ദ്രം. ആധുനിക കുറുമ്പ്രനാട് താലൂക്കിൽപ്പെട്ട അഴിയൂർ, മുട്ടുങ്ങൽ, ഏറാമല, കാർത്തികപ്പള്ളി, പുറമേരി, എടച്ചേരി, ഇരിങ്ങണ്ണൂർ, തൂണേരി, വെള്ളൂർ, പാറക്കടവ്, ചെക്കിയാട്, വളയം, വെള്ളിയോട്, കുന്നുമ്മൽ, കാവിലുംപാറ, കുറ്റ്യാടി, വേളം, ചേരാപുരം, കോട്ടപ്പള്ളി, ആയഞ്ചേരി, കടമേരി, കുറ്റിപ്പുറം, കുമ്മങ്കോട്, പൊന്മേരി, അറക്കിലാട്, വടകര, മേമുണ്ട, പാലയാട്, പുതുപ്പണം, മണിയൂർ, തിരുവള്ളൂർ എന്നീ അംശങ്ങൾ ഉൾപ്പെട്ടിരുന്ന നാടായിരുന്നു പഴയ കടത്തനാടെന്ന് മലബാർ മേനലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കിഴക്ക് മഞ്ഞുമൂടി പുകയുന്ന കുറ്റ്യാടി മലകൾ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് കോട്ടക്കൽ പുഴയും വടക്ക് മയ്യഴിപ്പുഴയും ഇതായിരുന്നു കടത്തനാടിന്റെ അതിരുകൾ. ചരിത്ര മരണശിക്ഷ വിധിച്ച ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയുടെ ശൗര്യം തുടിക്കുന്ന കടത്തനാട്ടിലെ അവശിഷ്ടങ്ങൾ ഓരോന്നും ഓർമ്മയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. കച്ചവട കണ്ണുമായി എത്തിയ വൈദേശികൾ തച്ചുടച്ച ചരിത്ര സ്മാരകങ്ങളും നമുക്കന്യം. അവശേഷിച്ച ചരിത്ര സ്മാരകങ്ങളിൽ നിന്ന് ഓർമ്മകൾ ഉറങ്ങുന്ന ചരിത്ര വീഥികളിലൂടെയുള്ള ഈ യാത്രയിലൂടെ നമുക്ക് നമ്മുടെ നാടിന്റെ കഥ വായിക്കാം. നമ്മളിപ്പോൾ വടകര നഗരത്തിൽ നിന്ന് 8 കിലോമീറ്ററോളം അകലെയാണ്. മൂരാട് പുഴ കടന്നെത്തുന്ന ഈ പ്രദേശം ചരിത്ര പ്രസിദ്ധമായ കോട്ടയ്ക്കൽ. നാട്ടുകാരുടെ പ്രിയങ്കരനും തച്ചോളിയോധനന്റെ ഉറ്റമിത്രവുമായിരുന്ന കുഞ്ഞാലി മരയ്ക്കാൻ നാലാമൻ കോട്ട കെട്ടിയ ഇടമാണിത്. കുഞ്ഞാലിയുടെ വീരാപതനങ്ങൾ ഇന്നും പാടത്ത് പണിയെടുക്കുന്ന കർഷക സ്ത്രീകൾ നീട്ടിപ്പാടാറുണ്ടത്രേ. പോർച്ചുഗീസുകാർ നാവിക പടയാളികൾ വളരെ ശക്തന്മാരായിരുന്നു. അവർ കടൽ കൊള്ള നടത്തിയിരുന്നു, ഭയങ്കരമായ ഒരു ക്രൂരത കാണിച്ചിരുന്നു. അതിനൊക്കെ എതിരായിട്ട് കടൽ ആക്രമണത്തെ ചെറുത്ത് നിന്നിരുന്നത് ഈ നാവികപ്പട ആരുടെ നേതൃത്വത്തിലാണ്? കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിലായിരുന്നു. നമുക്കിപ്പോഴല്ലേ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറയുന്നത്, അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചേൽപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാടിനെ തീരദേശം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചുമതലയേൽപ്പിച്ചിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. ഇവരുടെ കീഴിലുള്ള പടയായിരുന്നു. അനുബന്ധിച്ചിട്ടുള്ള ഈ മ്യൂസിയത്തിൽ പ്രധാനമായിട്ടും കാണാനുള്ളത് അന്ന് മരക്കാരന്മാർ ഉപയോഗിച്ചിരുന്ന വാളുകളും അന്ന് ഉപയോഗിച്ചിരുന്ന പീരങ്കി ഉണ്ടകളും മാത്രമാണ്. അപ്പോൾ ആ വാളുകളൊക്കെ ഈ പരിസരത്ത് തന്നെ വീട് പണിയാനും കിണർ കുഴിക്കാനൊക്കെ ആയിട്ട് കുഴിയെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ള വാളുകളാണ്. ഏകദേശം 450 വർഷത്തിന് മേലെ പഴക്കമുള്ള വാളുകളാണ്. കൈനാട്ടിക്ക പേര് വന്നതിനൊരു കഥയുണ്ട്. അതങ്ങനെയാണ് അറിയുന്നത്.
കോട്ടക്കൽ കുഞ്ഞാലിമരക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കൈ വന്ന് അടിഞ്ഞ ഒരു സ്ഥലം, കൈ നാട്ടി വെച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് കൈനാട്ടിയെന്നും കുഞ്ഞാലിമരക്കാരുടെ മുട്ടുംകാല് വന്ന് കടലിൽ വന്ന് അടിഞ്ഞ സ്ഥലമാണ് മുട്ടുങ്ങൽ എന്നും അങ്ങനെയാണ് ഈ സ്ഥലത്തിനൊക്കെ പേരുണ്ടായതെന്നും പറഞ്ഞൊരു കഥയുണ്ട്. അതൊരു കഥ മാത്രമാണ്. സാമൂതിരിയുടെ പടനായകർ കോട്ട കൊള്ളയടിക്കുകയും കുഞ്ഞാലിയെ പിടിച്ചുകെട്ടി കുറ്റവിചാരണ നടത്തി വധിക്കുകയും ചെയ്തു. കുഞ്ഞാലിയുടെ ശവശരീരം 4 ചീന്തി പലയിടത്തും സ്ഥാപിച്ചു. തല ഉപ്പ് പുരട്ടി കുന്തത്തിൽ കോർത്ത് കണ്ണൂർ അങ്ങാടിയിൽ നാട്ടി. സാമൂതിരിയുടെ അവസാനത്തെ കപ്പൽ പടനായകന്റെ അന്ത്യം ഇങ്ങനെയായിരുന്നത്രേ. വൈദേശിക ശക്തികളെ കൂട്ടുപിടിച്ച് ഫ്യൂഡൽ കാലഘട്ടത്തിലെ രാജാക്കന്മാർ നടത്തിയ ഹീനകൃത്യങ്ങൾക്കെതിരെ പ്രതിരോധത്തിന്റെ കൊടുങ്കാറ്റായി ഇന്നും കുഞ്ഞാലിമരക്കാർ ഇവിടെ ഓർമ്മിക്കും. ഇരിങ്ങൽപ്പാറയും കോട്ടയ്ക്കൽ പുഴയും തനിക്ക് നേരെയുള്ള അക്രമങ്ങളെ പ്രതിരോധിക്കാനുള്ള രക്ഷാകവചങ്ങളായി കുഞ്ഞാലിമരക്കാർ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇത് ഇരിങ്ങൽപ്പാറയുടെ അവശേഷിക്കുന്ന ഏതാനും ഭാഗം. ഒരു കോട്ട പോലെ നിലകൊണ്ട ഇരിങ്ങൽപ്പാറയുടെ മുകളിലും പുഴയുടെ വടക്കേക്കരയിലും സ്ഥാപിക്കപ്പെട്ട പീരങ്കികൾ മറികടക്കാൻ ശത്രുക്കൾക്ക് ഏറെ പ്രയാസപ്പെടേണ്ടി വന്നിരുന്നത്രേ. ഇത് കോട്ടയ്ക്കൽ പുഴ. പുഴയുടെ വടക്കേക്കര തന്നെയാവണം വടകര എന്നായി മാറിയതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. മയ്യഴിപ്പുഴയ്ക്കും കോട്ടയ്ക്കൽ പുഴയ്ക്കുമിടയിൽ കടത്തുവഴിനാട് അഥവാ കടത്തുനാടെന്ന് ആദ്യകാലത്ത് ഈ പ്രദേശത്തെ അറിയപ്പെട്ടതാവണം. പുഴയുടെ വടക്കേക്കരയിൽ ചീനക്കാരും കുടിയേറിയതായി ചരിത്രമുണ്ട്. പുതുപ്പണം പ്രദേശം ചീനക്കാരുടെ വ്യാപാര കേന്ദ്രമായിരുന്നത്രേ. ചീനക്കാർ താമസിച്ചിരുന്ന സ്ഥലമായതിനാൽ ഇവിടം ചീന വീടെന്ന് അറിയപ്പെട്ടു. ചീനഭരണിയും ചീനച്ചട്ടിയും വടകരക്കാരുടെ അടുക്കളയിലെ അവശ്യ വസ്തുക്കളായതും ഈ സ്വാധീനം തന്നെയാവണം. പുതുപ്പണത്തെയും കോട്ടക്കലിനെയും ബന്ധിപ്പിക്കുന്ന ഇന്നത്തെ മൂരാട് പുഴ കിഴക്കുനിന്ന് ഉദ്ഭവിച്ച് ഏറെ യാത്ര ചെയ്തെത്തുന്നത് പ്രകൃതി ഒരുക്കിയ സൗന്ദര്യാനുഭൂതിയിലേക്കാണ്. മൂരാട് പുഴയെ സമുദ്രത്തിന്റെ ഹൃദയത്തോട് ചേർക്കുന്ന ശാന്തതയുടെ ഈ തീരം നഗരത്തിന്റെ വീർപ്പുമുട്ടലുകളിൽ നിന്നും അകന്നും പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്നു. പൂഴിമണൽ തിട്ട തീർത്ത ഈ സുന്ദര തീരത്തിന് സാൻഡ് ബാങ്ക്സ് എന്ന് പേര്. വൈദേശികനായ ഒരു ബ്രിട്ടീഷുകാരൻ ഈ തീരത്തിന്റെ സൗന്ദര്യം തിരിച്ചറിഞ്ഞ് ഇവിടെ ഒരു ബംഗ്ലാവ് പണിതു. വർഷങ്ങളോളം മൂരാട് പുഴയുടെ ഒഴുക്കിന്റെ ഗതിവിഗതികളെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തു പഠിച്ചിട്ടാണത്രേ ബംഗ്ലാവിന്റെ നിർമ്മാണം നടത്തിയത്. ഈ തീരത്തിന് എതിരെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മരതക ദ്വീപ് സഞ്ചാരികൾക്ക് ഏറെ ചേതോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കുന്നു. സഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും എന്നും മയക്കുന്ന ഈ തീരത്തേക്ക് ഇനിയും ഏറെ യാത്രക്കാർ എത്തുമെന്ന് നമുക്ക് ആശിക്കാം. പുതിയ കാഴ്ചകളിലേക്ക് നയിക്കാൻ ഈ തീരം ഒരുങ്ങുമ്പോൾ ഒരുപക്ഷെ ഈ ബംഗ്ലാവും സായിപ്പിന്റെ കഥകളും വിസ്മൃതിയുടെ അകലങ്ങളിലേക്ക് ആണ്ടിറങ്ങും.
മലഞ്ചെരിവുകളിൽ ഉൽപ്പന്നങ്ങൾ നിറച്ച കാളവണ്ടികളുടെ കുടമണിക്കിലുക്കങ്ങൾ നിറഞ്ഞു നിന്ന പാതകൾ, അന്തിയാവോളം കാത്തുനിന്ന ശേഷം ഉൽപ്പന്നങ്ങളെല്ലാം ഇറക്കി തിരികെ പോകുന്ന കാളവണ്ടികളുടെ നീണ്ട നിരകളിലെ റാന്തൽ വിളക്കിന്റെ അരണ്ട വെളിച്ചം എല്ലാം ഒരു സ്വപ്നം പോലെ പഴയ തലമുറക്കാർ ഇന്നും ഇവിടെ ഓർമ്മിക്കുന്നു. താഴെ അങ്ങാടിയുടെ പ്രതാപം കൊടുത്തിക്കൊണ്ട് ഒരു ചൂളം വിളിയുമായി ഒരു നാൾ പുകവണ്ടി കടത്തനാട്ടിലൂടെ കടന്നുപോയി. അതോടെ കച്ചവടം പൂർണ്ണമായും കരയിലൂടെയായി. കാളവണ്ടിയുടെ കുടമണിക്കിലുക്കങ്ങൾ പതിയെ നിലച്ചു. ആഴ്ചയിൽ ഒരു ദിവസം സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒരു കേന്ദ്രം കടത്തനാട്ടിൽ ഉണ്ടായിരുന്നു. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് നിർമ്മിച്ച കോട്ടയ്ക്ക് മുമ്പിലെ മൈതാനത്തായിരുന്നു ചൊവ്വാഴ്ചകളിൽ ചന്ത നടന്നത്. കടകളിലൂടെ സാധനങ്ങൾ ലഭ്യമാകാതിരുന്ന ഒരു കാലത്ത് ആളുകൾക്കാവശ്യമായ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു കേന്ദ്രമായി ഇവിടം വികസിക്കുകയായിരുന്നു. പശു, എരുമ, കോഴി, ആട്, വാഴക്കുലകൾ, മൺകലങ്ങൾ, പായ, ചിരട്ട ഉൽപ്പന്നങ്ങൾ, ആയുർവേദ മരുന്നുകൾ, പച്ചക്കറികൾ തുടങ്ങി വീട്ടാവശ്യത്തിനുള്ളതെന്തും കിട്ടുന്നത് ഇവിടെ മാത്രമായിരുന്നു. എന്താ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള മരുന്നിൻ്റെ ഏർപ്പാടാണ് ഇവിടെ. പച്ച മരുന്നുകൾ ആവശ്യക്കാർക്ക് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പലതരം കഷായത്തിനും എണ്ണേൻ്റെ മരുന്ന് ഇവിടുന്ന് കിട്ടുന്നതാണ്. കാലത്തിലെന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച എന്നൊരു പ്രാധാന്യം. ചൊവ്വാഴ്ച ഒരു ചന്ത, ചൊവ്വാഴ്ച ആഴ്ച ചന്തയാണ് ഇവിടെ പ്രാധാന്യം. ഇപ്പോൾ ഡെയിലി മാർക്കറ്റ് വന്നതിന് ശേഷം പിന്നെ ചൊവ്വാഴ്ച ചന്തക്കൊരു പ്രാധാന്യം ഇല്ലാതായി. നഗരവികസനത്തിന്റെ ഭാഗമായി കൂടുതൽ കടകൾ ഉയർന്നു വരാൻ തുടങ്ങിയതോടെ ഏതു സമയവും സാധനങ്ങൾ കിട്ടുമെന്ന അവസ്ഥ വന്നു. ബസ്സുകളുടെ ഓട്ടം നാട്ടിൻ പുറങ്ങളിലേക്ക് വ്യാപിച്ചതോടെ ചൊവ്വാഴ്ച ചന്തയുടെ പ്രാധാന്യവും കുറഞ്ഞു വന്നു. ഞങ്ങൾ മേപ്പേൽ പ്രദേശത്തിന്റെ ശാന്തമായ ഗ്രാമാന്തരീക്ഷത്തിലൂടെ നടന്നു ചെല്ലുന്നത് കളരി അഭ്യാസത്തിന്റെ വൈത്താരികൾ ഉണരുന്ന ഇടങ്ങളിലേക്കാണ്. കടത്തനാടിന്റെ പ്രധാന പ്രതാപം കളരിപ്പയറ്റിന്റെ ഈറ്റിലം എന്നു തന്നെ. വടക്കൻ പാട്ടിലെ വീരനായകരെല്ലാം 18 അടവും പഠിച്ച പടനായകരായി വാഴ്ത്തപ്പെടുന്നത് കളരിപ്പയറ്റിന്റെ കരുത്തിലൂടെയാണ്. ഇതിൽ പ്രധാനിയാണ് തച്ചോളി ഒതേനൻ. വടക്കൻ പാട്ടിന്റെ വൈത്താരികളിലൂടെ ഒതേനന്റെ അഭ്യാസ മുറകളെക്കുറിച്ചും കൈക്കരുത്തിനെ കുറിച്ചും വായ്മൊഴിയായി പതിഞ്ഞ നാടാണ് കടത്തനാട്. ഒതേനന്റെ താമസ സ്ഥലമായി കരുതപ്പെടുന്നത് തച്ചോളി മാണിക്കോത്ത് ദേശമാണ്. നഗരത്തിൽ നിന്ന് 1 കിലോമീറ്റർ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഒതേനന്റെ പേരിലുള്ള ഒരു ക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നു. കളരി എന്ന് പറയുന്ന ഇത് നമുക്ക് കേരളത്തിലും ദക്ഷിണ കാനറ അല്ലെങ്കിൽ തുളുനാട് എന്ന് പറയുന്ന സ്ഥലം, ഇത്രയും പ്രദേശത്തുള്ള ഒരു ആയോധന പാരമ്പര്യത്തെയാണ് നമ്മൾ കളരി എന്ന് പറയുന്നത്. ഇപ്പോൾ ആരോമൽച്ചേകവരുടെ കഥ പ്രധാനമായിട്ട് നമുക്ക് വടക്കൻപാട്ടിൽ കളരിയെക്കുറിച്ചുള്ള നമ്മുടെ പാരമ്പര്യം എന്നുള്ള നിലക്ക് ഉള്ള തെളിവുകൾ കിട്ടുന്ന ഇതിലാണ് വടക്കൻപാട്ടിലാണ്. അതൊന്ന് തച്ചോളിപ്പാട്ടാണ്, മറ്റൊന്ന് പുത്തൂരം പാട്ടാണ്. തച്ചോളിപ്പാട്ടിലേക്ക് വരുമ്പോൾ ഓരോരോ ഹീറോസാണ്, ഓരോ നായകന്മാരാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നായകനാരാണ് തച്ചോളിയോധേന. തച്ചോളിയോധേനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ കിട്ടും. ഇതിലാണ് നമുക്ക് ഈ കളരിയെക്കുറിച്ചുള്ള, കളരി എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള വിശദ വിവരം നമുക്ക് കിട്ടുന്നത്. കുംഭമാസത്തിൽ നടക്കുന്ന ഇവിടുത്തെ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണവും കളരിപ്പയറ്റ് അഭ്യാസമാണ്. തുറന്ന വേദിയിൽ നടക്കുന്ന കളരിപ്പയറ്റ് ആസ്വദിക്കാൻ ഒട്ടേറെ വിദേശികൾ പോലും ഒത്തുചേരുന്നത് ഒരു അപൂർവ കാഴ്ചയാണ്. മഹത്തായ ഈ ആയോധന കലയെ സ്വായത്തമാക്കാൻ പുതുതലമുറയ്ക്ക് സമയമില്ലാതായിരിക്കുന്നു. ആയോധന കലയെയും ഒപ്പം ആരോഗ്യത്തെയും പുതുതലമുറ മറന്നുകൊണ്ടിരിക്കുന്നു. ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ നിർണായകമായ സ്ഥാനമാണ് കളരി പഠനത്തിനുള്ളത്. അവനവനെ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ മാത്രം ഓരോ കുട്ടിയെ ഒതുക്കി നിർത്തുന്ന
ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിനും മനസ്സിനും വേണ്ട ഒരു ആരോഗ്യം ഉണ്ടാവില്ല. പക്ഷെ കളരി എന്ന് പറഞ്ഞാൽ ഈ കാല് നമ്മൾ പൊക്കി നമ്മുടെ ഈ ഷോൾഡറിൽ മുട്ടിക്കുമ്പോൾ ബ്ലഡ് ഓടി വരുന്ന അവസാന ഭാഗമാണ് കാല്. ഈ കാല് നേരെ പൊക്കുമ്പോൾ ഈ ബ്ലഡ് തിരിച്ച് റീസൈക്കിൾ ആകുകയാണ്. ഒരു നടൻ എങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ പ്രകാശിപ്പിക്കുന്നത്? അവൻ്റെ ശരീരത്തിൽ കൂടെ, അവൻ്റെ ശബ്ദത്തിൽ കൂടെ, അവൻ്റെ മനസ്സിൽ കൂടെ. ഈ 3 കാര്യങ്ങളാണ് ഒരു നടന് ഏറ്റവും ആവശ്യം. അതുകൊണ്ട് നടൻ ഫ്ലെക്സിബിൾ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിന് കളരി പഠിക്കണമായിരുന്നു. നാമമാത്രമെങ്കിലും കളരിയെ സ്നേഹിക്കുന്നവർ ഇതിനെ വളർത്തുന്നതിൽ അതീവ താല്പര്യം കാണിക്കുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നു. അങ്കത്തട്ടിലെ കളരിമുറകളുടെ കരുത്തിലൂടെ കടത്തനാട്ടിന്റെ പ്രതാപം കടലുകൾ കടന്നു ചെന്നിട്ടുണ്ട്. കിണർ തച്ചോളിയതൻ കടന്നുള്ളി എന്നറിയപ്പെടുന്നൊരു കിണറാണ്. ഇത് ഏകദേശം 550 കൊല്ലം മുമ്പേ ഒരു സ്ത്രീയാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. 500 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകളിൽ നിറഞ്ഞ ഐതിഹ്യങ്ങൾക്ക് ഇന്നും പ്രസക്തി ഏറെയാണ്. ഒതേനന്റെ ഇഷ്ടദേവത കുടികൊള്ളുന്ന സ്ഥലം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ലോകനാർക്കാവ്. ഒതേനൻ നടയിരുത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന കരിങ്കല്ലിൽ തീർത്ത ആന ശ്രീകോവിലിന് മുന്നിലെ കൊടിമരത്തിനരികിലായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ലോകരും മലയും ആറും കാവും സമന്വയിക്കുന്ന നാട് ലോകനാർക്കാവ് എന്നായി തീർന്നതാവാം. 1946 ലോകനാർക്കാവ് ക്ഷേത്രം അയിത്തജാതിക്കാർക്ക് തുറന്നു കൊടുക്കുന്നു. 1946 എല്ലാ ജാതിക്കാർക്കും തുറന്നു കൊടുക്കുന്നു. ഞങ്ങളും മനുഷ്യരാണെന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു സാമൂഹ്യ വിപ്ലവമാണ് 1946 ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ അരങ്ങേറിയത്. കുറേ മരങ്ങൾ സർപ്പക്കാവ് എന്ന പേരിലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തെ കോട്ട എന്ന പേരിലൊക്കെ അറിയപ്പെടും. അതിലേറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ മറ്റുള്ള പൂജയും മറ്റുള്ള കൂടെ തന്നെ അത്രയും പ്രദേശത്തെ മരങ്ങൾ, ചെടികൾ, ഔഷധ ചെടികൾ, അതുപോലെ പക്ഷികൾ, ജീവജാലങ്ങൾ അതിനെയൊക്കെ സംരക്ഷിക്കാനുള്ളതാണ്. കാവാണ് അമ്പലത്തിൽ അല്ലെങ്കിൽ അമ്പലത്തിനടുത്തുള്ള കോട്ട അല്ലെങ്കിൽ സർപ്പക്കാവാണെന്ന് പറഞ്ഞാൽ ആളുകൾ അവിടെ കയറി ഉപദ്രവിക്കുകയില്ല. സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഒരു കാലം കൂടി കടത്തനാട്ടിനുണ്ടായിരുന്നു. സത്യാന്വേഷികളായ സാമൂഹ്യ പ്രവർത്തകർ ഒത്തുചേർന്ന ഒരു കാലം. ബ്രഹ്മവിദ്യാസംഘം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിലൂടെ മുന്നേറിയ കാലഘട്ടം. വിശ്വാസഹോദര്യവും മതങ്ങളുടെ താരതമ്യ പഠനം, മനുഷ്യനിലെ അമാനുഷികതയെക്കുറിച്ചുള്ള അന്വേഷണം ഇവയെല്ലാം അക്കാലത്ത് സജീവമായിരുന്നു. വാഗ്ഭടാനന്ദ ഗുരുദേവൻ സ്ഥാപിച്ച ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനവും സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെ തുറന്നുകാട്ടി. ഞാൻ എന്ന ഏകഭാവത്തിന് അതീതമായി മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുക എന്ന മഹത്തായ ആശയത്തിന് പ്രചാരം ലഭിച്ചതോടെ പലരും ഈ ചിന്താഗതിക്കാരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താനായിരുന്നു ശ്രമിച്ചത്. ഈശ്വരനെക്കുറിച്ച് അറിവ് നൽകുന്ന സംഘം എന്ന അടിസ്ഥാന പേരാണ് അടിസ്ഥാനത്തിലാണ് ആത്മവിദ്യാ സംഘം എന്ന് ഗുരുദേവർ ആ പ്രസ്ഥാനത്തിന് പേരിട്ടത്. ഗീത പറയുന്ന ക്ഷേത്രം ഇതം ശരീരം കൗന്ദയ ആ ക്ഷേത്രം, ഇതം ശരീരം കൗന്ദയ ആ ക്ഷേത്രം. എല്ലാ ശരീരങ്ങളും അർജുന ക്ഷേത്രമാണ്. പിന്നെ ക്ഷേത്രത്തിൽ പോകണോ? ക്ഷേത്രത്തിലേക്ക് പോകണോ? വേണ്ട. ഓരോ ശരീരവും എന്താണ്? ക്ഷേത്രം ആണ്. ആ ക്ഷേത്രത്തിലുള്ള ആത്മാവിൻ്റെ കൂട്ടായ ഭാവത്തെയാണ് എന്ത് പറയുന്നത്? ഈശ്വരനെന്ന്
പറയുന്നു. ഗുരുദേവരുടെ വിശ്വാസത്തിൽ അനുയായികളായി ചേർന്നവർ തൊഴിൽ മുടക്കിയപ്പോൾ അവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഏത് സ്ഥാപിച്ചത്? ഉരളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, ആത്മവിദ്യാ സംഗമ സ്കൂൾ എന്നാണ് എൻ്റെ പേരിപ്പോഴും. അന്ന് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് ഗുരുദേവരുടെ കീഴിൽ അണിനിരന്ന ആൾക്കാരുടെ മക്കളെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. അവർക്ക് വേണ്ടി സ്ഥാപിച്ചതാണ് ഉരളങ്കൽ ആത്മവിദ്യ LP സ്കൂൾ. ഇന്നും ഇറക്കിയ സ്കൂളാണ്, അറിയില്ലേ? ജാതി വ്യവസ്ഥയ്ക്കെതിരെ, വിഗ്രഹാരാധനയ്ക്കെതിരെ, മദ്യനിരോധനത്തിൽ സമൂഹ മനസാക്ഷിയെ ഉണർത്തുന്ന ഇത്തരം കർമ്മങ്ങളിൽ വാഗ്ഭടാനന്ദന്റെ അനുയായികൾ സജീവമായി. പാട്യത്ത് ജനിച്ച വാഗ്ഭടാനന്ദ ഗുരുദേവർ കേവലം 52-ാമത്തെ വയസ്സിൽ നിര്യാതനായിട്ടുണ്ട്. 1885 ഏപ്രിൽ 28-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. 1939 മൺമറയുന്നത് വരെ അദ്ദേഹം പത്രങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ വാഗ്മിയായിരുന്നു. കടത്തനാട്ടിന് പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുടെ രീതികൾ പരിചയപ്പെടുത്തിയത് ജർമ്മൻകാരായ ബാസൽ മിഷൻ ആയിരുന്നു. ഇവരുടെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം വടകര BEM ഹൈസ്കൂളിലായിരുന്നു. മുക്കാലിയായിരുന്നു ബാസൽ മിഷൻകാരുടെ പ്രധാന കേന്ദ്രം. വടകര BEM ഹൈസ്കൂൾ, മറ്റൊന്ന് സെയിൻറ്റ് ആൻ്റണീസ് കോൺവെൻറ്റ് ഹൈസ്കൂൾ. വടകര BEM ഹൈസ്കൂൾ അവിടെ ആദ്യം ഒരു ചെറിയ നാട്ടാശാന്മാരെന്ന് പറയും. നാട്ടിലുള്ള ഒരാളിങ്ങനെ കുറച്ച് കുട്ടികൾക്കൊക്കെ പാടമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുടിപ്പള്ളിക്കൂടം, ഒരാൾ എടുത്ത് 5-6 കുട്ടികൾ പോയിട്ട് ഇങ്ങനെ പഠിക്കാം. അപ്പോൾ അവിടെ അങ്ങനെയുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. നാട്ടാശാൻ എന്ന് പറയുന്ന ഒരാൾ, രാമർ ഗുരുക്കൾ എന്നാണ് അയാളുടെ പേര്. അയാൾ നടത്തിയൊരു ചെറിയ വിദ്യാലയം ഉണ്ടായിരുന്നു. ആ വിദ്യാലയം ഈ ജർമ്മൻ മിഷണറിമാർ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ബാസൽ എവാഞ്ചലിക്കൽ മിഷൻ ആണ് ജർമ്മൻ മിഷണറിമാർ, വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ട വന്ന ജർമ്മൻ മിഷണറിമാർ ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ 1884 മഹത്തായ ഒരു കാവ്യ പാരമ്പര്യം കൂടി നമുക്കുണ്ടായിരുന്നു. വടക്കൻ പാട്ടിന്റെയും നാടോടി ശീലിന്റെയും തനിമയിലൂടെ ഉയരെടുത്ത ഒരു കാവ്യ സംസ്കൃതി കടത്തനാട്ടിന് സ്വന്തമായിരുന്നു. ഉദയവർമ്മ പറഞ്ഞിട്ടാണ് ഇത് എഴുതിയതെന്നാണ്. അങ്ങനെ ഒരു രാജാവ് കോലത്തുനാട് ഭരിച്ചത് AD 1446 മുതൽ AD 1465 വരെയുള്ള 19 കൊല്ലക്കാലമാണ് ഉദയവർമ്മയുടെ ഭരണകാലം എന്ന് ചരിത്രത്തിന്റെ രേഖ വെച്ചിട്ട് പറഞ്ഞത്. രാജവംശത്തിലെ 2 സഹോദരി സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് ഇപ്പോൾ പറഞ്ഞ ആയഞ്ചേരി കോവിലകം, മറ്റൊന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ഇടവലത്ത് കോവിലകം. 2 കോവിലകം. ഈ 2 കോവിലകങ്ങളിലും മുതിർന്ന പുരുഷൻ, സീനിയർ മെയിൽ മെമ്പർ ആയിട്ടുള്ളവരാണ് നമ്മൾ പോർലാതിരി രാജ എന്ന് പറയുന്നത്. അവരുടെ ആസ്ഥാനം ഇവിടുന്ന് അടുത്ത് കല്ലാച്ചിക്കടുത്ത് പണ്ട് കുറ്റിപ്പുറന്ന് പറയും, ഇന്നിപ്പോൾ പയന്തോങ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആസ്ഥാനം. മൂത്ത ആൾ താമസിക്കുന്നത്, ഇപ്പോൾ താമസിക്കുന്നത് ഇടവലത്ത് കോവിലത്താണ്. അവരുടെ പേര് കമലത്തമ്പുരാട്ടി എന്നാണ് ഇപ്പോഴത്തെ സീനിയർ ലേഡി. പിന്നെ ഇവിടുത്തെ മുതിർന്ന തമ്പുരാൻ, സീനിയർ രാജ പോർലായിൽ താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെ, അദ്ദേഹത്തിൻ്റെ പേര് വിജയകൃഷ്ണവർമ്മ. അങ്ങനെ 2 പേരാണ് ഉള്ളത്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ കേട്ട് കാണും. അവരൊക്കെ പഠിച്ചു വളർന്നത് ഇവിടുന്നാണ്. കഥകളി ആചാര്യൻ ചേമഞ്ചേരി കുഞ്ഞിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ കേട്ട് കാണും. അദ്ദേഹം പഠിച്ചു വളർന്ന് ഇവിടെയാണ്.
പാട്ടും അതെ, മൃദംഗവും അതെ. നമ്മളെ അമ്മമാർക്കൊക്കെ അറിയാം മൃദംഗം, എല്ലാം അറിയാം. ഓ, വൈദ്യനാഥ ഭാഗവതർ ഇവിടുന്ന് വളർന്ന് പോയതാണ്. ഇവരൊക്കെ സ്ഥിരം ഇവിടെ താമസമാണ്. പിന്നെ കഥകളി അതൊക്കെ ഉണ്ടാവും. കഥകളിയൊക്കെ ഗ്രൂപ്പ് തന്നെ ഉണ്ട് സ്വന്തം. കടത്തനാടിന്റെ ഭാഗമായിരുന്ന കോലത്തുനാട് വാണിരുന്ന ഉദയവർമ്മ രാജാവിന്റെ സദസ്യനായിരുന്ന ചെറുശ്ശേരി നമ്പൂതിരിയുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമാണ് പുത്തൂർ ദേശം. ഈ വടക്കം പാട്ടുകളോടൊക്കെ ഒരുപാട് സാമ്യതയുള്ള വിധത്തിൽ ഈ കൃഷ്ണഗാഥയിലുള്ള അലങ്കാര പ്രയോഗങ്ങൾ, അതിനകത്തുള്ള ഭാഷാപരമായ ലാളിത്യം, അതിൻ്റെ ശീലുകളുടെ സ്വഭാവം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വടക്കം പാട്ടിൻ്റെയൊക്കെ ഒരു സംസ്കാരവുമായിട്ട് ഒത്തുപോകുന്ന ഒരുപാട് ഘടകങ്ങൾ നിങ്ങൾക്ക് ചെറുശ്ശേരിയുടെ കവിതയിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിശ്വാസം ഉണ്ട്. ആ വിശ്വാസത്തിനെ ചരിത്രവുമായി ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് തെളിവുകൾ ചരിത്രത്തിനകത്ത് ഇപ്പോൾ അവശേഷിക്കുന്ന ഈ വിട്ടുപോയ കണ്ണികളെയൊക്കെ നമ്മൾ വീണ്ടും അന്വേഷിച്ച് വരുമ്പോൾ ചേർത്തെടുത്ത് സ്ഥാപിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ അദ്ദേഹം വടകരക്കാരനാണെന്ന് ചരിത്രപരമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ വടക്കം പാട്ടുകൾ ഇവിടുത്തെ ഏറ്റവും വലിയ സാധാരണക്കാരുണ്ടാക്കിയിട്ടുള്ള ഇതിൻ്റെ കർത്താവ് ആരാണെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള അനേകം പാട്ടുകൾ ഇന്നും പാടി വരുന്ന, ഇന്നിപ്പോൾ കാർഷിക രീതിയിൽ മാറ്റം വന്ന് കൃഷി തന്നെ ഇല്ലാതാകുമ്പോൾ വടക്കം പാട്ടുകളുടെ പ്രാധാന്യമില്ല. പക്ഷെ ഒരു കാലത്ത് വളരെയധികം വടക്കം പാട്ടുകൾ ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക ജീവിതവുമായിട്ട് ബന്ധമുള്ളതായിരുന്നു. അങ്ങനെയുള്ള അനേകം വടക്കം പാട്ടുകളുള്ളൊരു കേന്ദ്രമാണ്. ചെറുശ്ശേരി ഇല്ലത്തെക്കുറിച്ചുള്ള വ്യക്തമായ രേഖകൾ ചരിത്രം നൽകുന്നില്ലെങ്കിലും വിശുദ്ധി നിറഞ്ഞ ഈ ഗ്രാമവും ചെറുശ്ശേരി തറവാട്ടിന്റെ ഓർമ്മകൾ നൽകുന്ന ഈ അമ്പലവും ആ കവിശ്രേഷ്ഠന്റെ ഓർമ്മകൾ കാലത്തിനു വേണ്ടി കവിതകൾ പാടുന്നു. ലോകത്തിലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഒരു ജനതതി മുഴുവൻ ശ്രമിക്കുമ്പോഴും ഭൗതിക ജീവിതത്തിന്റെ നേട്ടങ്ങളിൽ നിന്നകന്ന് ജീവിക്കുന്ന ഒരു വിഭാഗം കടത്തനാട്ടിലുണ്ടായിരുന്നു. സിദ്ധ്യവിദ്യയുടെ പാഠങ്ങൾ ഉരുവിട്ട് തന്നെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പ്രാപ്തമാക്കിയ ഇവർ പുരാണങ്ങളിലെ ആശ്രമവാസികളുടെ പിന്തുടർച്ചക്കാരല്ലെങ്കിലും ലൗകികതയും ഭൗതികതയും മിതപ്പെടുത്താൻ ശീലിച്ചവരാണ്. ശിവാനന്ദ പരമഹംസരുടെ പാത പിന്തുടർന്ന് ഒരു കുടുംബമായി ഒത്തുചേർന്ന് ജീവിക്കുന്ന ഇവർ ആശ്രമവാസികളായി അറിയപ്പെട്ടു. അത് ഈശ്വരൻ വേറെ എല്ലായിടത്തും ഉണ്ടെങ്കിലും നമ്മളിലുണ്ട്, തീർച്ചയല്ലേ. ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിൽ നമ്മളിലുണ്ട്. പിന്നെ നമ്മളെന്തുകൊണ്ട് നോക്കിക്കൂടാ, നമ്മളെ കൊണ്ട് എന്തുകൊണ്ട് ആരാധിച്ചുകൂടാ എന്നുള്ളതാണ് ഒരു തത്വം. നിന്നും ചൂടിൽ നിന്ന് രക്ഷിക്കാൻ ഉള്ള ഒരു വസ്ത്രമേ ഞങ്ങൾ ധരിക്കാറുള്ളൂ. പിന്നീട് ഭക്ഷണം ഞങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്ക് ഒരു പുതുമയാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് ഒരു പാത്രത്തിലിരുന്ന് ഞങ്ങളൊരു എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. ഒരു പാത്രത്തിൽ എല്ലാം വിളമ്പിക്കഴിയും ഒരു ഭക്ഷണം കഴിക്കും. അതിന് ഐക്യത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയെല്ലാം ജീവിതത്തിൽ ഒരു സമ്പ്രദായം ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റേത് നിൻ്റേത് എന്നുള്ള ആ മമത കുറയ്ക്കാൻ. ഇവിടെ പിറവിയെടുക്കുന്ന ഓരോ കുഞ്ഞും സമാജത്തിന്റെ കുഞ്ഞായിരിക്കും. മുലപ്പാൽ പ്രായം കഴിയുന്നതോടെ അമ്മയിൽ നിന്നകന്ന് മറ്റൊരു ആശ്രമത്തിലെത്തി ചേരുന്ന കുട്ടിക്ക് ബാല്യത്തിന്റെ നൈർമല്യത്തിന് ശേഷം അമ്മയെ സമാജം തന്നെ പരിചയപ്പെടുത്തിക്കൊടുക്കും.
ദളിതന്റെ വികാര വിചാരങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ അതിനെതിരെയായ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥകൾ കടത്തനാട്ടിനും ഏറെ പറയാനുണ്ട്. പയങ്കുറ്റി മലയിലെ മുത്തപ്പൻ ക്ഷേത്രം നമ്മോട് പറയുന്നത് അതാണ്. ലോകനാർക്കാവിൽ നിന്ന് അല്പം കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന മല കയറി എത്തുന്നത് കാഴ്ചയുടെ അപാരതയിലേക്കാണ്. അകലെ അറബിക്കടലിൽ